ഓക്കെ, ശ്രീ ജയേന്ദ്രൻ, സെക്രട്ടേറിയറ്റിന് അകത്ത് ഓണാഘോഷം പാടില്ല എന്നൊരു സർക്കുലർ ഇറക്കിയ ആളാണ് ഈ പിണറായി വിജയൻ. അതേസമയം നിയമസഭാ മന്ദിരത്തിൽ എല്ലാ വർഷവും ഇഫ്താർ പാർട്ടി നടത്തുകയും ചെയ്യാറുണ്ട്. അപ്പോൾ മതേതരത്വത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവ അത് കൃത്യമായി നടപ്പിൽ വരുത്തുകയും ചെയ്യേണ്ടതല്ലേ? അല്ല, ഇത് ഞാൻ പറയട്ടെ, താങ്കൾ അതിനെ അങ്ങനെ കാണുന്നതിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ഈ പ്രശ്നം അങ്ങനെ കാണാൻ നിർബന്ധിതനാവുന്നു. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തിയും വിഷ്ണുവൊക്കെ വളരെ ഉത്തരവാദിത്തോടെയും ഗഹനമായിട്ടുള്ളതും ലളിതമായിട്ട് തന്നെ പറയുകയും ചെയ്തു. അത് അവരുടെ പെർസെപ്ഷൻ അങ്ങനെയാണ്. അത് തെറ്റാണെന്ന് എനിക്ക് പറയാനും കഴിയില്ല. എനിക്കതിൽ വിയോജിപ്പുമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ലെന്നേ. ഇവിടെ പ്രശ്നം സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാണ്. ഭരണഘടനാപരമായി തന്നെ അദ്ദേഹമാണ് തലവൻ. അപ്പോൾ ആ തലവൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പ്രിയപ്പെട്ട വിഷ്ണു പറഞ്ഞല്ലോ, നമ്മുടെ ഇന്ന് നിലവിലുള്ള ഭൂപടമല്ല അഖണ്ഡ ഭാരതത്തിൻ്റെ ഭൂപടം തന്നെയാണ് അതിലുള്ളത്. അതങ്ങനെയാണ് കാണുന്നതും. ഗവർണറുടെ ആ ചിത്രകണ്ടയിലുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് കാണുന്നത്. അതിൽ ഗവർണർക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏത് ഐഡിയോളജിയിലും വിശ്വസിക്കാനുള്ള എല്ലാ അവകാശവും അധികാരവുമുള്ള ആളാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഒരു ഭരണഘടനാ തലവൻ എന്ന നിലയിൽ വരുമ്പോഴേക്ക് ചില പരിമിതികൾ എല്ലാവർക്കും ഉണ്ടാവും. സ്വാഭാവികം, അദ്ദേഹത്തിന് അത് ഉണ്ടാവും. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് കൃഷിമന്ത്രി പി പ്രസാദ് നടത്തിയത്. ആ ഓർമ്മപ്പെടുത്തൽ ഇങ്ങനെയായി ഭവിച്ചു എന്നുള്ളത് മറ്റൊരു സംഗതിയാണ്. പക്ഷേ ആ ഒരു ഓർമ്മപ്പെടുത്തൽ വരുന്നത് ഇതുകൊണ്ടാണ്. RSSൻ്റെ പരിപാടികളിൽ അല്ലെങ്കിൽ RSS രാഷ്ട്രീയ സ്വയംസേവക RSSുമായി ഒരു ബന്ധവുമില്ല. RSSന്റെ പതാകയല്ല ശ്രീ ജയചന്ദ്രൻ. RSSനുമായിട്ട് ഒരു ബന്ധവുമില്ലാന്ന് നേരത്തെ പറഞ്ഞല്ലോ. വിദ്യാസാഗർ ഗുരുമൂർത്തി വിശദീകരിച്ചു. RSS പതാകയുമല്ല ഭാരതാംബ പിടിച്ചിരിക്കുന്നത് കയ്യിൽ. അല്ല, ഞാൻ RSSന്റെ പതാകയെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ ഇതുവരെ. എൻ്റെ ചർച്ചയുടെ തുടക്കം മുതൽ ഇതുവരെ RSSന്റെ പതാകയെന്ന് ഞാൻ പറഞ്ഞില്ല. ചിഹ്നം അതാണ് പറഞ്ഞത്. അല്ല, ആ സിമ്പൽ അതാണ് പ്രശ്നം. ആ സിമ്പലൈസ് ചെയ്യുന്നത് എന്തിനെയാണ്, ആരെയാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? നമ്പ്യാർ. അത് നമ്മൾ തർക്കിക്കാൻ വേണ്ടി മാത്രം തർക്കിക്കുന്നത് എന്തിനാണ്? എന്തിനെയാണ് സിമ്പലൈസ് ചെയ്യുന്നത്, ആരെയാണ് സിമ്പലൈസ് ചെയ്യുന്നത്? ഇത് മാത്രം നോക്കിയാൽ മതി. ആ നിലയ്ക്കാണ് മന്ത്രിയുടെ അത് സംബന്ധിച്ചുള്ള വിയോജിപ്പ് വന്നത്. അപ്പോൾ ആ വിയോജിപ്പാണ്, ആ റിജോയിൻഡറാണ് അദ്ദേഹം ഗവർണർ ഓഫീസിനെ അറിയിച്ചത്. രാജ്ഭവനിൽ തന്നെയാണ് നിർദ്ദേശം വന്ന് അവിടെ നടത്താമെന്ന്. അവസാനം അവിടെ നിന്ന് മാറേണ്ടി വന്നു. ഞാൻ താങ്കളോട് സൂചിപ്പിച്ചല്ലോ, ഈ മാർച്ച് 16-നാണ് കേരള സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിവിലിയൻ പുരസ്കാരം ഭരണഘടനാ തലവനായ ഗവർണർ രാജ്ഭവനിൽ വെച്ച് തന്നെ വിതരണം കൊടുക്കപ്പെടുന്നത്. അപ്പം ആ ചടങ്ങിലും ഇത്തരത്തിലൊരു ഭാരതമാതാവിൻ്റെ ചിത്രം അദ്ദേഹം വെക്കണമെന്ന് നിർബന്ധം പിടിച്ചില്ല, അല്ലെങ്കിൽ പറഞ്ഞതുപോലുമില്ല, അങ്ങനെ വെച്ചിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നു. അത് BJP ചെയ്തു എന്നല്ല പ്രിയപ്പെട്ട വിഷ്ണു ഞാൻ പറയുന്നത്. അത്രയൊരു വിമർശനം എനിക്കില്ല. BJP ചെയ്തു എന്നാണ് എൻ്റെ മനസ്സിലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പേരെടുത്ത് തന്നെ പറയൂ. ഞാൻ അങ്ങനെയല്ല കരുതുന്നത്. BJP ചെയ്തു ഞാൻ ആരോപിക്കുന്നില്ല, ഇപ്പോഴും ഇല്ല കേട്ടോ. അത് ചില വ്യക്തികളുടെ ഭാഗത്തുനിന്നുണ്ടായ, രാജ്ഭവനുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളൊക്കെ ഉണ്ട്, അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഇടപെടൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ ഇടപെടൽ ഉണ്ട് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതാണ് എൻ്റെ അഭിപ്രായം. വിദ്യാസാഗർ നമുക്ക് അവസാനിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ ഈ വിഷയത്തിൽ. അദ്ദേഹം എല്ലാവർക്കും പേരിട്ടോണ്ടിരിക്കുന്നുണ്ട്. ചർച്ചയിൽ വരുന്നവർ പേരൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. അല്ല, അദ്ദേഹത്തിന് തെറ്റിയതാണ്. യുവരാജാണെന്ന് ഞാൻ പറഞ്ഞു. കുഴപ്പമില്ല. ശരി. ഏതായാലും ഇവിടെ അദ്ദേഹം ജയചന്ദ്രൻ സാർ വളരെ സൗമ്യനാണ്. ഞാൻ പറയുന്ന എൻ്റെ എതിർപ്പ് മുഴുവൻ ഈ CPIM എന്ന പാർട്ടിയോടാണ്. കാരണം ഇവര് എന്ത് വൃത്തികേട് കാണിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. മറ്റുള്ളവർ യാതൊന്നും പറയാൻ പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അൽ ജസീറ എന്ന് പറയുന്ന അറേബ്യൻ ഇസ്ലാമിസ്റ്റ് ചാനലിൽ പോലും 2023 ഇവിടെ കേരള ജനത, അതിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾ, അവരുടെ പോഷക സംഘടനകളെല്ലാം തന്നെയും പലസ്തീൻ ഐക്യദാർഢ്യം നടത്തി വലിയ റാലി നടത്തി കേരളത്തിൽ. അത് അവിടെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഒന്ന്, അതിൽ വളരെ രസകരമായിട്ട് പറഞ്ഞൊരു കാര്യം, ഈ നമ്മുടെ പിണറായി വിജയന്റെ പ്രസംഗം അവർ എടുത്തു കൊടുത്തിരിക്കുകയാണ്. നവംബർ 11 പലസ്തീൻ PLO ലീഡർ യാസർ അറഫാത്തിന്റെ 19ാം ഡെത്ത് ആനിവേഴ്സറി ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി പറഞ്ഞിട്ട് പിണറായി വിജയൻ പറയുകയാണ്,
Pinarayi Vijayan unleashed a scathing attack on Israel and Indian Prime Minister Narendra Modi's support the country's far-right Zionist regime. അതായത് ഇസ്രായേലിന്റെ സയനിസ്റ്റ് ഭരണത്തെ അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നരേന്ദ്രമോദിയെ, അതായത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ വരെ സ്കേതിങ് അറ്റാക്ക് നടത്തി പിണറായി വിജയൻ അൽ ജസീർ എഴുതുകയാണ്. അതുപോലെ തന്നെ India is the biggest consumer of weapons manufactured in Israel. Indian taxpayers' money should not be given to kill innocent Palestinian children. പലസ്തീനിലെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഇത് ഉപയോഗിക്കരുത്. ഇസ്ലാമിക രാഷ്ട്രമായതുകൊണ്ട് മാത്രമല്ലേ പിണറായി വിജയനും പാർട്ടിയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ RSSനെ എതിർക്കുന്നത് മതരാഷ്ട്രവാദം കാരണമാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അതേ യുക്തി ഉപയോഗിച്ച് പലസ്തീനെ എതിർക്കുന്നില്ല? നിങ്ങൾ ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്. നിങ്ങൾ ചെയ്യുന്നത് അന്താരാഷ്ട്ര ഭീകര പ്രസ്ഥാനങ്ങളായ ഹമാസിനോട് പോലും ഐക്യപ്പെടുകയാണ്. എന്നിട്ട് ഇവിടെ RSSന്റെ കൊടിയാണെന്ന് പറഞ്ഞിട്ട് ഇതിനെ എതിർക്കുകയാണ്. ഒന്ന്. രണ്ടാമത് ഞാൻ പെട്ടെന്ന് നിർത്താം. രണ്ടാമത്തത്, കഴിഞ്ഞ വർഷത്തെ ഇവരുടെ പാർട്ടി സമ്മേളനത്തിൽ ഇവരെല്ലാവരും പലസ്തീനിലെ യാസർ അറഫാത്തിനെ പോലെ അല്ലെങ്കിൽ മൗലിയാക്കന്മാരുടെ മാതിരി വേഷം കെട്ടി നിന്നപ്പോ ലജ്ജയില്ലാത്ത ഇവർക്ക് വിഷമം തോന്നിയില്ല. ഭാരതാംബയുടെ കയ്യില് ജനപതാക കണ്ടിട്ട് ചൊറി വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇവരെല്ലാം ഉള്ളിൽ ഇസ്ലാമിസ്റ്റ് ജിഹാദി അജണ്ടയുടെ ഭാഗങ്ങളാണെന്നാണ് കരുതിയിരിക്കേണ്ടത്. ജനങ്ങളാണ്. വോട്ട് ചെയ്യുമ്പോൾ ഓർക്കുകയും വേണം.